എവരിവൺ. അങ്ങനെ എല്ലാവരും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ പഠിച്ചോ? കുറച്ച് തിയറിയും അതുപോലെ തന്നെ കുറച്ചധികം ചെയ്യാനും ഉണ്ടായിരുന്നു അല്ലേ? ഇൻസ്കേപ്പ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാം. സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് നമ്മുടെ 10th ICT സെക്കൻഡ് ചാപ്റ്ററായ പബ്ലിഷിംഗ്, അല്ലെങ്കിൽ എന്താ പ്രസിദ്ധീകരണത്തിലേക്ക് എന്ന് മലയാളം മീഡിയം സ്റ്റുഡൻസിൽ പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ തന്നെ കുറച്ച് തിയറി അതുപോലെ തന്നെ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ മിസ് ചാപ്റ്റർ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിൻ്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഗൈഡ് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതോടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് തുടങ്ങിയാലോ? പബ്ലിഷിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ ആണ് ലിബ്രെ ഓഫീസ് റൈറ്റർ. ഓക്കെ, അതായത് നമ്മുടെ ഉബണ്ടുവിൽ നമുക്ക് ആപ്ലിക്കേഷനിൽ ഓഫീസ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ലിബ്രെ ഓഫീസ് റൈറ്റർ ഉണ്ട്, കാൽക്ക് ഉണ്ട്, ബേസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി സോഫ്റ്റ്വെയർസ് നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം ഫ്രീ ഓപ്പൺ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ അതിൽ റൈറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ള് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഡിജിറ്റൽ റിപ്പോർട്ട്സ് ആർ പ്രിപ്പയർഡ് ഇൻ ലിബ്രെ ഓഫീസ് റൈറ്റർ. അപ്പോൾ ഈ ഒരു റൈറ്ററിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ റിപ്പോർട്ടുകളാണ്. അതായത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്നതൊക്കെ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിലൊക്കെ കുറേ ഇമേജസും അതുപോലെ ആ ഒരു പേജൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ പേജ് ഡിസൈൻ, headings, subheadings, paragraphs and pictures etc. are attractive in our textbook. Similar manner we can prepare digital report also attractive. അതായത് നമ്മുടെ കയ്യിൽ നമ്മൾ കാണുന്ന ബുക്സ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ മാഗസിൻസിലൊക്കെ എങ്ങനെയാണോ നമുക്കത് ആ ഒരു അട്രാക്റ്റീവ് വേയിൽ കാണുന്നത്, അതുപോലെ തന്നെ നമുക്ക് എന്തിൽ ക്രിയേറ്റ് ചെയ്യാം? ഈ ഒരു ലിബ്രെ ഓഫീസ് റൈറ്ററിൽ നമുക്ക് ഡിജിറ്റൽ റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, the same appearance should maintain in all pages. ഓക്കെ, അപ്പം ഈ ഒരു സെയിം അപ്പിയറൻസ് നമുക്ക് എല്ലാ പേജിലും നമുക്ക് വേണ്ടേ? അല്ലാതെ ഒരു പേജ് ഒരു പോലെയും മറ്റത് വേറൊരു രീതിയിലും വന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഏകദേശം ഒരേ മാനറിൽ ഒരേ ടൈപ്പിലായിരിക്കണം എല്ലാം പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമ്മളിത് ഫോർമാറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അതായത് ഓരോന്നെടുത്ത് ഓരോന്നിനും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി പണിയാണല്ലേ. അപ്പോൾ ഈ ഒരു ലിബ്രെ ഓഫീസ് റൈറ്ററിൽ നമുക്ക് കുറച്ച് പുതിയ യൂട്ടിലിറ്റീസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഡിജിറ്റൽ റിപ്പോർട്ട് ലിബ്രെ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കി നമ്മുടെ പാഠപുസ്തകത്തിലേതുപോലത്തെ പേജിൻ്റെ ഘടനയും ശീർഷകങ്ങളും ഉപശീർഷകങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു ഭംഗിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു പേജ് ഭംഗിയാക്കാൻ വേണ്ടി ഓരോ പേജും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കത് ഫോർമാറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കുറച്ച് ടോപ്പിക്സ് ആയിട്ട് മിസ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ക്ലോൺ ഫോർമാറ്റിംഗ്. ഓക്കെ, ക്ലോൺ ഫോർമാറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റൈൽ മോഡിഫൈ, ദെൻ ന്യൂ സ്റ്റൈൽ, ഇൻഡെക്സ് ടേബിൾ മേക്കിംഗ്, മെയിൽ മെർജ്. ഇങ്ങനെ 5 ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നതാണ് ക്ലോൺ ഫോർമാറ്റിംഗ്. ഓക്കെ, അപ്പോൾ ക്ലോൺ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ടൂളാണ്. നമുക്ക് നമ്മുടെ റൈറ്റർ ഓപ്പൺ ചെയ്യുമ്പോൾ ടോപ്പിലായിട്ട് നമുക്ക് പെയിൻറ്റ് ബ്രഷ് പോലെ ഇരിക്കുന്ന ഒരു ടൂളാണ്. അത് മിസ് പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട്, ആ ഒരു ടൂളിൻ്റെ പേരാണ് ക്ലോൺ ടൂൾ. ഓക്കെ, അപ്പോൾ ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഒരു ടെക്സ്റ്റിനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോർമാറ്റ് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് മറ്റൊന്നിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നു. അതായത് ഇത്തിരി സിമ്പിളാക്കി പറഞ്ഞുതരാം. ഇപ്പം ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം ഞാൻ ക്ലോൺ എന്ന് തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഞാൻ അതിൽ ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റിന് ഞാനൊരു ഫോണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ബോൾഡാക്കി, അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് ഞാനിപ്പോൾ ഒരു 65 കൊടുത്തുന്നിരിക്കുക. ഫോണ്ട് സൈസ് 65 കൊടുത്തു. ഇതിനൊരു അണ്ടർലൈൻ കൊടുത്തു. ഇതിന് ഞാനിപ്പോൾ ഒരു റെഡ് കളർ കൊടുത്തു എന്ന് വിചാരിക്കാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിന് ഞാൻ കൊടുത്ത ഈ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു കളറ്, ബോൾഡ്, സൈസ്, അണ്ടർലൈൻ, ഇത്രയും ഇതിന് ഞാൻ കൊടുത്തൊരു ഫോർമാറ്റ് അല്ലേ.
ഈ സെയിം ഫോർമാറ്റ് തന്നെ ഞാൻ വേറൊരു ടെക്സ്റ്റ് ഇപ്പുറത്ത് ഞാനിപ്പോൾ ടൂളെന്ന് ഞാൻ വേറൊരു സ്ഥലത്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൂൾ എന്ന് പറയുന്ന ടെക്സ്റ്റിന് നമ്മൾ ഈ ക്ലോണിന് കൊടുത്ത സെയിം ഫോർമാറ്റ് അങ്ങനെ തന്നെ ഇതിനേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ ടൂള് സെലക്ട് ചെയ്യും, അതിന് റെഡ് കളർ കൊടുക്കാൻ നിൽക്കണം, അതുപോലെ തന്നെ ബോൾഡ് ആക്കണം, 65 ആക്കണം, അണ്ടർലൈൻ, ഇതെല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ ചെയ്യണ്ടേ. അപ്പോൾ ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി ഒരു ടെക്സ്റ്റിനോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫോർമാറ്റ് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് മറ്റൊന്നിനും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒത്തിരി വലിയ റിപ്പോർട്ട്സിലൊന്നും നമുക്കിത് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതാണ് ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് സ്റ്റൈൽ. ഓക്കെ, സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലിബ്രെ ഓഫീസ് റൈറ്ററിന് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു റിപ്പോർട്ടിൽ ഹെഡിങ്സും അതുപോലെയൊക്കെ സബ് ഹെഡിങ്സും ഈ കാര്യങ്ങളൊക്കെ അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അത് അതുപോലെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ. ഓക്കെ, അതായത് നമുക്ക് ഇതിൽ തന്നെ ഹെഡിങ്ങിന് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും കുറച്ച് ഫോർമാറ്റ്സ്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും ഇത് ഹെഡിങ് ആണ്. അല്ലെങ്കിൽ നമ്മൾ സബ് ഹെഡിങ്സ് കൊടുക്കുമ്പം സബ് ഹെഡിങ്ങിൻ്റെ തന്നെ ഫോർമാറ്റ് നമ്മൾ അതിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് തന്നെയാണ് അതിന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ ഹെഡിങ്സ്, സബ് ഹെഡിങ്സ് ആൻഡ് പാരഗ്രാഫ് സെപ്പറേറ്റ്ലി യൂസിങ് സ്റ്റൈൽസ്. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് പാരഗ്രാഫിന് ഒരു പ്രത്യേക ഒരു ഫോർമാറ്റ്, ഒരു സ്റ്റൈൽ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഹെഡിങ്ങിന് ഒരെണ്ണം കൊടുക്കാം, സബ് ഹെഡിങ്ങിന് സെപ്പറേറ്റ് ആയിട്ട്, ഇതിന് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് എടുത്ത് യൂസ് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ന്യൂ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഹെഡിങ്ങിനും സബ് ഹെഡിങ്ങിനും അതുപോലെ പാരഗ്രാഫിനൊക്കെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഓൾറെഡി അവർ ചെയ്തിരിക്കുന്നതല്ലേ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അത് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ന്യൂ സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഹെഡിങ്ങിൻ്റെ ഫോർമാറ്റ്സ്. അതായത് ഇപ്പോൾ ഹെഡിങ് എന്ന് പറയുമ്പോൾ കുറച്ച് ബോൾഡ് ആയിരിക്കണം, ഇത്തിരി കൂടെ വലിയ ഫോണ്ട് സൈസ് ആയിരിക്കണം, അതുപോലെ ഫോണ്ടിൻ്റെ സ്റ്റൈലിന് വ്യത്യാസം വേണം, അണ്ടർലൈൻ വേണം, ഇങ്ങനെയൊക്കെ ഓൾറെഡി അതിന് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ റിപ്പോർട്ടിൻ്റെ ഹെഡിങ്ങിന് എനിക്ക് വേണ്ട കളർ ഒരു യെല്ലോ ആണെന്ന് വിചാരിക്കുക, പക്ഷെ ഓൾറെഡി അവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വേറൊരു സ്റ്റൈലിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു ഹെഡിങ്ങിനെയും സബ് ഹെഡിങ്സിനെയും പാരഗ്രാഫിനെയും ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ന്യൂ സ്റ്റൈൽ യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മിസ് ഇപ്പോൾ ജസ്റ്റ് ഇത് എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഓവറോൾ ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തരുന്നതെന്നുള്ളൂ. നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുമ്പോഴേക്കും ഇത് ഓരോന്നായിട്ട് കാണിച്ചു തരും. അതായത് ക്ലോൺ ഫോർമാറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്റ്റൈൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ ന്യൂ സ്റ്റൈൽ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ 2 സോഫ്റ്റ്വെയർ പഠിക്കുകയാണ്. നമ്മളിപ്പോൾ ഓൾറെഡി പഠിക്കുന്നത് ഒരു ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നതാണ്. അതുകൂടാതെ ഈ ഒരു റിപ്പോർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിഷിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആപ്ലിക്കേഷനാണ് സ്ക്രൈബസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ പേജ് മേക്കറും പബ്ലിഷറും ഒക്കെ ഈ ഒരു സെയിം കാറ്റഗറിയിലാണ് വരുന്നത്. ഇത് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ യൂണിക്കോഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക, സ്ക്രൈബസ് എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആപ്ലിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതും അതുപോലെ തന്നെ ലാറ്റക്സ് എന്ന് പറയുന്നതും ഒരു സോഫ്റ്റ്വെയർ ആണ്. മെയിനായിട്ടും നമുക്ക് ഈ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, അതുപോലെ റിസർച്ച് റിപ്പോർട്ട്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലാറ്റക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് ടൈപ്പ് സെറ്റിംഗ് സിമ്പിൾസും ഇക്വേഷൻസ്, അതായത് ഈ നമുക്ക് സയൻറ്റിഫിക് ആയിട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ സൂത്രവാക്യങ്ങളും കുറേ ഇക്വേഷൻസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു ലാറ്റക്സ് സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു സോഫ്റ്റ്വെയർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. Okay, there are editors like TextMaker, Text Studio and TextWorks that help you to create documents using the latex language. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഈ ഒരു ലാറ്റക്സ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെയിനായിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ റിസർച്ച് റിപ്പോർട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 സോഫ്റ്റ്വെയറും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, കാരണം ഇടയ്ക്ക് നമുക്ക് ഈ ഒരു തിയറി ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്തതായിട്ട് നമുക്കിതിൽ വരുന്നതാണ് ഇൻഡെക്സ് ടേബിൾ.
നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുമ്പോഴാണെങ്കിലും ഏതൊരു ബുക്ക് എടുക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു ഇൻഡെക്സ് ടേബിൾ കാണാം അല്ലേ. അതായത് അതിൻ്റെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ടാവും. ഓരോ മെയിൻ ടോപ്പിക്സിൻ്റെ ഹെഡിങ് ആയിട്ട് അതിൻ്റെ പേജ് നമ്പർ കൊടുത്ത് അതിൻ്റെ സബ് ഹെഡിങ്സ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്ത് അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇൻഡെക്സ് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻഡെക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളോട് ചോദിക്കും. ഇത് നിങ്ങൾക്ക് എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റ് തരും. ചിലപ്പോൾ അതിൽ ഒത്തിരി പേജസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് എടുത്ത് നോക്കി ഓരോന്ന് എഴുതാമെന്ന് പറഞ്ഞാൽ ഇത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതിനാണ് ഇവിടെ നമ്മളുടെ സ്റ്റൈൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഹെഡിങ്സും സബ് ഹെഡിങ്സും ആ ഒരു സ്റ്റൈലിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഇൻഡെക്സ് ടേബിളിൻ്റെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾക്ക് ഇൻസേർട്ട് മെനുവിൽ നമുക്ക് ഓൾറെഡി ഈ ഒരു ടേബിൾ ഓഫ് കണ്ടൻസ് അല്ലെങ്കിൽ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ബേസിസിൽ അവർ ആ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഡെക്സ് ടേബിൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു എളുപ്പമായില്ലേ. അല്ലെങ്കിൽ നമുക്ക് എല്ലാ കണ്ടന്റ് ഫുൾ ഓരോ പേജ് നോക്കിയിരുന്ന അതിൻ്റെ ഹെഡിങ്ങും അതിൻ്റെ സബ് ഹെഡിങ്ങും ഒക്കെ നോട്ട് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാവുന്നുണ്ട് അല്ലേ, അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് ടേബിൾ വഴി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കൽ സെഷനിൽ നോക്കാം. ഓക്കെ, ദ സോഫ്റ്റ്വെയർ വിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് എ ടേബിൾ ഓഫ് കണ്ടന്റ് വിത്ത് ദ മെയിൻ ഹെഡിങ്സ് ആൻഡ് സബ് ഹെഡിങ്സ് അക്കോർഡിംഗ്ലി വിത്തൗട്ട് ടൈപ്പിംഗ് ഇറ്റ്. അതായത് മിസ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി ഹെഡിങ്ങും സബ് ഹെഡിങ്ങും ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു ഇൻഡെക്സ് ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇനി ഇതിൽ ലാസ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ, അതായത് നമ്മുടെ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതായ ഒരു ക്വസ്റ്റ്യൻ ആണ് മെയിൽ മെർജ്. ഓക്കെ, ഈ ഒരു മെയിൽ മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ആനുവൽ ഡേ നടക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആനുവൽ ഡേ നടക്കുമ്പം ഇവരൊരു ഒരു നോട്ടീസ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഇതിൽ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും വീട്ടിലേക്ക് ഇത് അയക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഓരോന്നിലും ഓരോരുത്തരുടെയും ഫ്രം അഡ്രസ്സ് ടു അഡ്രസ്സ് ഇരുന്ന് എഴുതാമെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് നമ്മൾ ഈ ഒരു മെയിൽ മെർജ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഒരു ഡേറ്റ് ഉണ്ടാവും. നിങ്ങളുടെ സ്കൂളിൽ എന്തായാലും നിങ്ങളുടെ ഡേറ്റാസ് ഉണ്ടാവും അല്ലേ. നിങ്ങളുടെ എല്ലാ സ്റ്റുഡൻസിൻ്റെ പേരും അഡ്രസ്സൊക്കെ ഓൾറെഡി അവിടെ ഒരു ഡേറ്റാബേസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡേറ്റാബേസിൽ ഈ ഒരു മെയിൽ മെർജ് യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് ഓരോന്നിലും ഓരോരുത്തരുടെ അഡ്രസ്സ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അല്ലാതെ നമുക്ക് ഒരു നോട്ടീസ് എടുക്കുക, അഡ്രസ്സ് ചെയ്ത് അടുത്ത നോട്ടീസ് എടുക്കുക, അഡ്രസ്സ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതിൽ ഏറ്റവും എളുപ്പമായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിലേക്ക് അഡ്രസ്സ് ഓരോ ലെറ്ററിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ മെയിൽ മെർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങളോട് ചോദിക്കും. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെയിൽ മെർജ് ചെയ്യാനായിട്ട്. ഇങ്ങനെ മെയിൽ മെർജ് എന്ന് ഡയറക്റ്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല പറയുക. അവർ പറയും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഓരോരുത്തരുടെ അഡ്രസ്സിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കാണിക്കാം, കുറച്ച് അഡ്രസ്സ് പറഞ്ഞിട്ട് അതുപോലെ അയച്ചു കാണിക്കാനായിട്ടൊക്കെ നമ്മളോട് പറയും. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു 5 ടോപ്പിക്സ്, അതായത് നമ്മുടെ ക്ലോൺ ഫോർമാറ്റിങ്ങും സ്റ്റൈല്, ന്യൂ സ്റ്റൈല്, ഇൻഡെക്സ് ടേബിള്, ദെൻ ഫൈനലി മെയിൽ മെർജ്, ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ ഇതിൽ ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കുക. ഓഫീസിൽ നമുക്ക് താഴെ ലിബ്രെ ഓഫീസ് റൈറ്റർ എന്നുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്തായിരുന്നു, ക്ലോൺ ഫോർമാറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 2-3 ടെക്സ്റ്റ് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കാം. ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് ടൈപ്പ് ചെയ്യാം. ദെൻ എക്സാം പോയിന്റ് എന്ന്, അതുപോലെ മാക്സിമം പബ്ലിഷേഴ്സ് എന്ന് ഞാൻ ജസ്റ്റ് ഒരു 2-3 ടെക്സ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ക്ലോൺ ഫോർമാറ്റിങ്ങിന് നമുക്കൊരു ടൂൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ഒരു ബ്രഷ് പോലെ ഇരിക്കുന്ന ഒരു ടൂൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ ടൂൾ ഏതാണെന്നുള്ളത് കാണിച്ചു തരാം. നമുക്കിതാ ഈ ഒരു ടൂൾ ബാറിൽ ഇതായി കാണുന്നതാണ് നമ്മുടെ ക്ലോൺ ഫോർമാറ്റിങ്ങിൻ്റെ ടൂൾ. കണ്ടോ, അവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് ആ ഒരു മൗസ് കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് താഴെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ടെക്സ്റ്റിന് നമുക്ക് കുറച്ച് ഫോർമാറ്റ്സ് ഒന്ന് മാറ്റി കൊടുക്കാം. അതായത് ജസ്റ്റ് ഇത് ഞാൻ ആദ്യം ഒന്ന് ഇതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, സൈസ് ഒന്ന് കൂട്ടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബോൾഡ് ആക്കിയിട്ട് ഒരു അണ്ടർലൈനൊക്കെ കൊടുത്ത് അതുപോലെ ഒന്ന് കളറൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വേണമെങ്കിൽ ആ ഒരു ഫോണ്ടിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ആ ടെക്സ്റ്റിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഫോർമാറ്റ് ഈ സെയിം തന്നെ എനിക്ക് താഴെയുള്ള ടെക്സ്റ്റിനും കൂടെ കൊടുക്കണം.
അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നോർമലായിട്ട് എന്താ ചെയ്യുക, ഇത് ഓരോന്നും സെലക്ട് ചെയ്തിട്ട് പിന്നെയും ഫോണ്ട് മാറ്റാനും അതുപോലെ കളർ മാറ്റാനും സൈസ് കൂട്ടാനും ഓരോന്നോരോന്ന് റിപ്പീറ്റ് ചെയ്യണ്ടേ. അപ്പം അതിന് എളുപ്പമായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ക്ലോൺ ഫോർമാറ്റിംഗ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഏതിൻ്റെ ആണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് ആ ടെക്സ്റ്റ് ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നേരെ ആ ഒരു ക്ലോൺ ഫോർമാറ്റിങ്ങിൻ്റെ ടൂള് ക്ലിക്ക് ചെയ്യാം. നോക്കിക്കേ, നമുക്കത് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ടൂള് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഏത് ടെക്സ്റ്റിലേക്കാണോ അത് കൊടുക്കേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യാം. ഇതാ, അപ്പം നമുക്ക് ആ ഒരു സെയിം ഫോർമാറ്റ്സ്, ആ ഒരു സെയിം കാര്യങ്ങൾ നമ്മൾ എന്താണോ കൊടുത്തത് അത് നമുക്ക് ഇതിലേക്ക് കോപ്പി ചെയ്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഉള്ളത് നമുക്ക് ഇതാ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇതാ, അതിനും കറക്റ്റ് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പം ഇതുപോലെ നമുക്ക് ക്ലോൺ ഫോർമാറ്റിംഗ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതുപോലെ കോപ്പി ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റൈലാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡോക്യുമെൻ്റ് വേണം. നമുക്ക് ഓൾറെഡി കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഉണ്ട്, നമ്മുടെ ഹോമിലുണ്ട്. ഞാൻ അതിൽ നിന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യാണ്. നമുക്ക് ഫയലിൽ ഓപ്പൺ എടുക്കാം. ഓക്കെ, നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഹോം എനിക്ക് സ്കൂളാണ്. സ്കൂൾ റിസോഴ്സസിൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് 10ൽ നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു സ്കൂൾ report.ott എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു റിപ്പോർട്ട് അവിടെ ഓൾറെഡി ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും. ആ ഡോക്യുമെൻ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഒരു മലയാളം ഡോക്യുമെൻ്റ് ആണ്, ഒരു 10 പേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് സ്റ്റൈലൊക്കെ ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഇവിടെ താഴെ കുറേ ഹെഡിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ താഴെ ഒരു ഫസ്റ്റ് ഹെഡിങ് കണ്ടോ, ഇതൊരു മെയിൻ ഹെഡിങ്ങും അതിൻ്റെ താഴെയുള്ളത് അതിൻ്റെ അടുത്തൊരു സബ് ഹെഡിങ് ആയിട്ടല്ലേ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഹെഡിങ് ആണ് അല്ലെങ്കിൽ രണ്ടാമത്തെ സബ് ഹെഡിങ് ആണെന്ന് ഇവർക്ക് മനസ്സിലാവാൻ നമുക്ക് ഇതിൽ തന്നെ ഓൾറെഡി സ്റ്റൈലുണ്ട്. അത് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു അക്കാദമിക പ്രവർത്തനങ്ങൾ എന്ന് കൊടുത്തിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ദാ ഇവിടെ നിന്ന് നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ള സ്റ്റൈൽ ഉണ്ട്, കൊട്ടേഷൻ, ടൈറ്റിൽ, സബ് ഹെഡിങ്, ഹെഡിങ് 1, ഹെഡിങ് 2 എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് ഹെഡിങ് 1 സെലക്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഇതിന് കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഓൾറെഡി ഹെഡിങ് 1ന് ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്ന് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചേഞ്ചസ് നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്ന് ബോൾഡ് ആയിട്ടുണ്ട്, സൈസൊക്കെ ഒന്ന് കൂടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് താഴെയുള്ളതിന് നമുക്ക് ഒരു ഹെഡിങ് 2 എന്ന് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. നോക്കിക്കുക, അതായത് രണ്ടാമത്തെ ഹെഡിങ് അല്ലേ, ആ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ വരുന്ന അടുത്ത ഹെഡിങ്സ് ആണ്. അപ്പോൾ അതൊന്ന് കൊടുത്തു നോക്കാം. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വേറെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം മൂന്നാമത്തെ ഹെഡിങ് എടുത്താൽ എങ്ങനെയായിരിക്കും വരിക, കണ്ടോ, ആ ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെയാണ് കൊടുക്കുന്നത്, ഇപ്പം ഇതിന് വ്യത്യാസം വരുത്തി ഇപ്പം താഴേക്ക് നമുക്ക് ഒത്തിരി ഹെഡിങ്സ് താഴേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോന്നും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിലേതാണ് മെയിൻ ഹെഡിങ്, അതിന് താഴെ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ തന്നെ ഇതിനെ ഡിഫൈൻ ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ദാ ഈ ഒരു ഹെഡിങ്ങിന് ഞാൻ ജസ്റ്റ് ഒന്ന് സബ് ടൈറ്റിലായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ദാ അതെങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടോ, ഇനി ടൈറ്റിലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ചേഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്കിത് ശരിക്കും ഒരു സെക്കൻഡ് ഹെഡിങ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലേ. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ദാ ഈ ഒരു ഫസ്റ്റ് ഹെഡിങ് ഞാൻ എടുക്കുകയാണ്. അത് ഹെഡിങ് 1 എന്ന് പറഞ്ഞ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിക്കേ, നേരെ റൈറ്റ് സൈഡിൽ സ്റ്റൈലിൽ നിങ്ങൾക്ക് അവിടെയും ഈ ഒരു ഹെഡിങ് 1 സെലക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ന്യൂ ആൻഡ് മോഡിഫൈ. ഞാൻ ഒന്നുകൂടെ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് നോക്കിക്കുക, ആ ഒരു ഹെഡിങ് 1ൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മോഡിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഹെഡിങ്ങിൽ നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തണം എന്ന് തോന്നുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ നോക്കിക്കേ, നമുക്ക് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടും ഉണ്ട്, CTL ഫോണ്ടും ഉണ്ട്. ഇങ്ങനെ 2 എണ്ണം നമുക്ക് കാണാം. ഈ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് അതുപോലെ ഫ്രഞ്ച് പോലുള്ള ലാംഗ്വേജിനാണ് നമ്മൾ ഈ ഒരു ഏരിയ. ഓക്കെ, ഇനി താഴെ CTL ഫോണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മലയാളം, തെലുങ്കു, തമിഴ് എന്ന് പറയുന്ന നമ്മുടെ നേറ്റീവ് ലാംഗ്വേജസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു CTL എന്ന് പറയുന്ന ഫോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു സെക്ഷൻ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡോക്യുമെൻ്റ് എന്താ, മലയാളത്തിലല്ലേ. അപ്പം നമുക്ക് ഇവിടെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇവർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ എനിക്ക് കുറച്ച് ചേഞ്ചസ് വരുത്തണം. അതായത് ഇപ്പം ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, അല്ലെങ്കിൽ അതിൻ്റെ ഇത്തിരിയും കൂടെ ഒന്ന് ബോൾഡ് ആക്കിയോ അല്ലെങ്കിൽ ഇത്തിരിയും കൂടെ സൈസ് വലുതാക്കിയോ അല്ലെങ്കിൽ കളറൊക്കെ മാറ്റണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇവിടെയാണ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ നമുക്ക് ഓൾറെഡി കുറച്ച് ഫോണ്ട് സ്റ്റൈല്, അതാണ് ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞവർ കൊടുത്തിരിക്കുന്നത്. അതിന് ഇഷ്ടമുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് താഴെ അതിൻ്റെ ചേഞ്ച് വരുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ചിലങ്ക എന്ന് പറയുന്ന ഒരു ഫോണ്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാനതിൽ നമുക്ക് വേറെയും ഒത്തിരി ഫോണ്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇനി ആ ഒരു ബോൾഡ് എന്നുള്ളത് ഞാനൊന്ന് സെയിം ആ ഒരു ബോൾഡായിട്ട് തന്നെ ഇരുന്നോട്ടെ, വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒന്ന് ബോൾഡ് ഇറ്റാലിക് ആക്കി നോക്കാം.
ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ സൈസും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം. അതിൽ നേരത്തെ കൊടുത്തിരുന്നതിനേക്കാൾ ഇത്തിരിയും കൂടെ ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് മുകളിൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ബോർഡർ കൊടുക്കാനുണ്ട്, അതുപോലെ ഫോണ്ട് എഫക്ട്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തിയൊക്കെ ചെയ്യും. ഇപ്പോൾ ഫോണ്ട് എഫക്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കുകയാണ് ഫോണ്ട് കളർ. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കളറിൽ ആ ഒരു ഹെഡിങ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആ ഒരു കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്ന് പർപ്പിൾ കളറാക്കി ഞാൻ ഒന്ന് മാറ്റി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ആ ഒരു ഹെഡിങ് 1-ന് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അത് നമുക്ക് ഇവിടെ ഈ ഓരോ ബോക്സിൽ നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നോക്കുക. ഓക്കെ, ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് റൈറ്റിലേക്കോ സെൻറ്ററിലേക്കോ ഒക്കെ നിങ്ങൾക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഇവിടെ ഒരു അപ്ലൈ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കേ, ആ ഒരു ഹെഡിങ് 1-ന് നമ്മൾ കൊടുത്ത ആ ഒരു ചേഞ്ചസ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു പർപ്പിൾ കളറിൽ ആ ഒരു ഇറ്റാലിക് ബോൾഡ് ഇറ്റാലിക് കളറിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതും ഒരു മെയിൻ ഒരു ഹെഡിങ് ആണ് നമ്മൾ നേരത്തെ എടുത്ത പോലത്തെ. അപ്പോൾ ഈ ഹെഡിങ്ങിന് നമുക്ക് ആ ഒരു സെയിം എഫക്റ്റ് തന്നെ, അതായത് ആ ഒരു ഹെഡിങ് 1-ൻ്റെ സെയിം എഫക്റ്റ് തന്നെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ടെക്സ്റ്റ് നമുക്ക് ആ ഒരു ഹെഡിങ് നമുക്കൊന്ന് നോക്കാം. എവിടെ അടുത്ത ആ ഒരു മെയിൻ ഹെഡിങ് ആയിട്ട് നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ ആ ഒരു ഹെഡിങ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ആ ഒരു സെയിം ഹെഡിങ് 1 തന്നെ ഞാൻ കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഹെഡിങ് 1 നമ്മൾ കൊടുത്ത അതേ ഫോർമാറ്റ് തന്നെ ഈ ഹെഡിങ്ങിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഓൾറെഡി ഇതിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റൈല് നമുക്ക് മാറ്റാൻ പറ്റുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു സ്റ്റൈൽ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഓൾറെഡി ഇതിലുള്ള സ്റ്റൈലിൽ നമുക്ക് ചേഞ്ചസ് വരുത്തുന്ന കാര്യമാണ് അല്ലേ. അപ്പം നമുക്ക് ഒരു പുതിയ സ്റ്റൈൽ നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ പറയും, ഒരു പുതിയൊരു പേരിൽ നിങ്ങളൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുക, അതിന് ഇന്ന ഫോണ്ട് അതുപോലെ ഇന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് അത് ഹെഡിങ് 1 സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ മോഡിഫൈ ചെയ്യാൻ എടുത്ത പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ന്യൂ എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ആ ന്യൂ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ന്യൂ എടുക്കുമ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ കിട്ടും. ഈ ഒരു വിൻഡോയിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഓർഗനൈസർ എന്ന് പറയുന്ന ഈ ഒരു ടാബാണ്. നമുക്ക് വേറെ ഒത്തിരി ഉണ്ട്, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാ, ഓർഗനൈസർ എന്ന് പറയുന്ന ഈ ഒരു ടാബ് തന്നെ നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ പേര് കൊടുക്കാം, നമ്മുടെ സ്റ്റൈലിൻ്റെ പേരെന്താണോ അത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ടെക്സ്റ്റിൽ മെയിൻ ഹെഡിങ് എന്ന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മെയിൻ ഹെഡിങ് തന്നെ കൊടുക്കുന്നു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു പേര് ആ ഒരു സ്റ്റൈലിൽ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അതിന് താഴെയൊക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വരില്ല. ഇനി ആ നമ്മുടെ ഫോണ്ട് എടുക്കുക. ഫോണ്ടിൽ നമുക്ക് മലയാളം അല്ലേ, അപ്പോൾ നമുക്ക് ഏത് എടുക്കേണ്ടത്, CTL ഫോണ്ടാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഫാമിലി, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചിലങ്ക തന്നെ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഏതാണോ പറഞ്ഞിരിക്കുന്നത് അതെടുക്കുക. ഓക്കെ, അതെടുക്കുക. എന്നിട്ട് അതിൽ സ്റ്റൈൽ എങ്ങനെയാണ്, റെഗുലർ ആയിട്ടാണോ, ഇറ്റാലിക് ആണോ, ബോൾഡ് ആണോ അല്ലെങ്കിൽ ബോൾഡ് ഇറ്റാലിക് ആണോ വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളത് ചൂസ് ചെയ്യുക. അതുപോലെ അതിൻ്റെ സൈസും എത്ര % ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ആ ഒരു സൈസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, ഫോണ്ട് എഫക്ട്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം, അതായത് ഇപ്പോൾ ഈ ലെഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് എനിക്ക് സെൻറ്റർ ആയിട്ട് കൊടുക്കണം, എല്ലാ ഹെഡിങ്സും സെൻറ്റർ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെൻറ്റർ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കേ, ഇവിടെ ഈ ഒരു ഹെഡിങ് 1-ൻ്റെ അവിടെ ഒരു ആരോ വന്നിരിക്കുന്നുണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ഒരു സൈഡിൽ വന്നിരിക്കുന്ന ആ ഒരു ആരോ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിക്കേ, താഴെ മെയിൻ ഹെഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റൈൽ അവിടെ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കിയാലോ, അത് വരുന്നുണ്ടോ നോക്കണ്ടേ. അപ്പോൾ നമുക്കൊരു ഹെഡിങ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഹെഡിങ് 1 എടുത്തിട്ട് ഹെഡിങ് 1-ൻ്റെ ഉള്ളിലുള്ള ആ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെയിൻ ഹെഡിങ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നോക്കാം, അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കൊടുത്തത് ഏത് ഫോർമാറ്റിലാണോ ആ രീതിയിലേക്ക് നമുക്ക് ആ ഒരു ഹെഡിങ്ങിന് മാറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറൊരു ഹെഡിങ്ങിനും കൂടി ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്കത് താഴെ വേറൊരു 100 മീനിക്കുള്ള നിലമൊരുക്കൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹെഡിങ്ങും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനും കൂടി ഈ ഒരു എഫക്റ്റ്, ഈ ഒരു സ്റ്റൈല് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ
അതും കൊടുത്തു. നമ്മൾ സെൻറ്റർ ആയിരുന്നു കൊടുത്തത്, അത് കറക്റ്റ് സെൻറ്റർ ആയിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു ആ ഒരു ഫോണ്ടിൽ കൊടുത്തിരുന്നത് അതുപോലെ ചേഞ്ചസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് പുതിയൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡെക്സ് ടേബിൾ ആണ്. നമ്മൾ ഏതൊരു ബുക്ക് എടുക്കുമ്പോഴും ഫ്രണ്ടിൽ നമുക്കൊരു ഇൻഡെക്സ് ടേബിൾ ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റിൽ നമുക്ക് ഇതുപോലെ ഒരു ഇൻഡെക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിനാദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം, ഇതിൽ ഹെഡിങ്ങിന് ഹെഡിങ് ആയിട്ടും സബ് ഹെഡിങ്ങിന് സബ് ഹെഡിങ് ആയിട്ടും നമ്മൾ അതിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, നമുക്കിതിൽ ഓരോന്നും അതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ദാ ഇവിടെ ഒരു ആമുഖമുണ്ട്. ആമുഖത്തിന് ഞാൻ ജസ്റ്റ് ഒരു സബ് ടൈറ്റിലായിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മെയിൻ ടൈറ്റിൽ ഫസ്റ്റ് പേജിലുണ്ട്, അത് കഴിഞ്ഞ് അടുത്തത് വരുന്നത് ആമുഖമല്ലേ, അപ്പോൾ അതൊരു സബ് ടൈറ്റിലായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആമുഖം സെലക്ട് ചെയ്തു, ആ ഡിഫോൾട്ട് സ്റ്റൈൽ മാറ്റിയിട്ട് ഞാനൊരു സബ് ടൈറ്റിലായിട്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് എന്താ നോക്കിക്കുക. അടുത്തത് ഒരു ഫസ്റ്റ് ഹെഡിങ് അല്ലേ വരുന്നത്, അപ്പോൾ അതിനെ നമുക്ക് ഹെഡിങ് 1 എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിന് നമുക്ക് ആ ഒരു സ്റ്റൈലിൽ ഹെഡിങ് 1 ആയിട്ട് കൊടുക്കാം. അതുപോലെ അതിന് തൊട്ട് താഴെയുള്ളത് നമുക്ക് എന്താ ഹെഡിങ് 2 ആയിട്ട് പറയാം അല്ലേ. അതിൻ്റെ അടിയിൽ വരുന്ന അടുത്ത ഹെഡിങ്സ് അല്ലേ, അപ്പം അതിന് ഹെഡിങ് 2 ആയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്നതും ഹെഡിങ് 2 ആണ്, അപ്പോൾ നമുക്ക് അതും ഹെഡിങ് 2 ആയിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്ന് എടുക്കാം. ഓരോന്ന് നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ഫസ്റ്റ് ഹെഡിങ് ആണോ അല്ലെങ്കിൽ സെക്കൻഡ് ഹെഡിങ് ആണോ, ഇനി അതിൽ തേർഡ് വൺ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. ഇത് നമുക്കൊരു ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. അടുത്തത് അഗെയിൻ സെക്കൻഡ് ഹെഡിങ്. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഡോക്യുമെന്റിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ഈ ഒരു ഫോർമാറ്റിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഹെഡിങ്ങിൻ്റെ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി അതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഹെഡിങ് 2 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ അടുത്തതും ഹെഡിങ് 2 ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ മിസ് ഇപ്പോൾ ഓൾറെഡി ബാക്കി അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് അതുപോലെ വെച്ചിട്ടുണ്ട്. ആ ഒരു 10 പേജും അതുപോലെ ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3 അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എവിടെയാണോ നമുക്ക് ഈ ഒരു ഇൻഡെക്സ് ടേബിൾ കൊടുക്കേണ്ടത് അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു കേഴ്സറിനെ കൊണ്ടുവന്ന് വെക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ ആമുഖത്തിന് മുന്നേ ആയിട്ടാണ് ഇൻഡെക്സ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ആമുഖം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ കേഴ്സർ കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആമുഖം കഴിഞ്ഞിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കേഴ്സർ വെച്ചു. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇൻഡെക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണ്ടേ. നമ്മുടെ ഇൻസേർട്ട് എടുക്കുക. ഇൻസേർട്ടിൽ താഴെയായിട്ട് നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും താഴെയായിട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എവിടെയാണെന്നുള്ളത് ഓർത്തിരിക്കുക, ഇൻസേർട്ടിലാണ് ടേബിൾ ഓഫ് കണ്ടന്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ടൈറ്റിൽ, നമുക്ക് പേര് കൊടുക്കാം. എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കൊടുക്കുക. ഓക്കെ, ഇവിടെ കുറച്ച് സ്റ്റൈലും അതിൻ്റെ കോളം ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊക്കെ നോക്കാം. ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒരു ലൈറ്റ് ഗ്രേ കളർ ഞാനൊന്ന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങനെ ചെയ്ത് ഓക്കെ കൊടുത്ത് ഇപ്പോൾ നോക്കിക്കേ, ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും ഹെഡിങ്ങും സബ് ഹെഡിങ്ങും വിത്ത് പേജ് നമ്പർ നമുക്കിവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കുത്തിയിരുന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഇത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. ഹെഡിങ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇവർ തന്നെ സിമ്പിളായിട്ട് ക്വിക്കായിട്ട് നമുക്ക് ഈ ഒരു ഇൻഡെക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഇൻഡെക്സ്, ഓക്കെ, ഇത് നമുക്കൊന്ന് സേവ് ചെയ്തെടുക്കണം. ഈ ഒരു ഡോക്യുമെൻറ്റ് നമുക്കിതിന് ഓൾറെഡി എക്സ്പോർട്ട് ആസ് PDF ഇവിടെ ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഫയലിൽ എക്സ്പോർട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന പേര്, നിങ്ങളോട് ചിലപ്പോൾ രജിസ്റ്റർ നമ്പർ പ്ലസ് ക്വസ്റ്റ്യൻ നമ്പർ ആയിരിക്കും പറയാം. ഞാനിപ്പോൾ ജസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന് എടുത്തിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഓൾ ഫോർമാറ്റ് മാറ്റിയിട്ട് ഞാനിവിടെ PDF സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നേരെ എക്സ്പോർട്ട് ആസ് PDF കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു പേജിൽ ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ വന്നിരിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ report.pdf എന്ന് പറഞ്ഞ ഫയൽ വന്നിട്ടുണ്ട്. നോക്കിക്കേ, നമ്മൾ ഓൾറെഡി ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ഒരു ഇൻഡെക്സ് വിത്ത് പേജ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും കറക്റ്റായിട്ട് ആ പേജിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മൾ ഇൻഡെക്സിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പേജിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇൻഡെക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്.
അതായത് ഇപ്പോൾ നമ്മളൊരു കത്ത് എടുക്കുവാണ്, അപ്പോൾ അത് ഓരോ അഡ്രസ്സിലേക്ക് നമുക്ക് അയക്കണം. അപ്പോൾ ഓരോരുത്തരുടെ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഡിഫിക്കൽട്ട് ആണല്ലേ. അതുപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഫോർമാറ്റ് സെയിം ആയിരിക്കും, പേരുകളിലായിരിക്കും നമുക്ക് വ്യത്യാസം വരാം. അപ്പോൾ അതുപോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൽ മെർജ് യൂസ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു കലോത്സവം നടക്കുകയാണ്, അപ്പോൾ അതിന് പാർട്ടിസിപ്പൻറ്റ് കാർഡ് നമുക്ക് വേണം. അപ്പോൾ ഇതാ നമുക്കൊരു മോഡൽ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിസിപ്പൻറ്റ് കാർഡിൽ അവരുടെ പേര്, ക്ലാസ്, ആ ഓരോരുത്തർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഐറ്റം, അത് ഏതൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യാണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കാർഡിൻ്റെ ഫോർമാറ്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരുടെയും പേരിലും ഈ ഒരു കാർഡ് നമുക്ക് എടുക്കണം. അപ്പോൾ അത് ചെയ്യാൻ തന്നെ ഇത്തിരി പണിയാണല്ലേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഹോമിൽ, സ്കൂൾ റിസോഴ്സസിൽ, സ്റ്റാൻഡേർഡ് 10ൽ നിങ്ങൾക്ക് കാർഡ് ഓൾറെഡി അവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടോ, ഒരു 4 കാർഡ് ഓൾറെഡി ഇവർ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യണം പറയണമെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾ ഈ ഒരു റൈറ്ററിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക ഒരെണ്ണം ഇതുപോലെ, എന്നിട്ട് നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട പാർട്ടിസിപ്പൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ലിബ്രെ ഓഫീസ് കാൽക്കിൽ നമുക്ക് ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. നമ്മുടെ രജിസ്റ്റർ നമ്പറും, നെയിം, ക്ലാസ്, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ഐറ്റത്തിൻ്റെ പേര്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവർ ഓൾറെഡി ഈ ഒരു ഡോക്യുമെൻറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ആ ഒരു ഒരു പാർട്ടിസിപ്പൻറ്റ് കാർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു കാർഡ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ്, ആ ഒരു കാൽക്കിലുള്ള ഇൻഫർമേഷൻസ് അല്ലേ, അത് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് നേരെ ഇൻസേർട്ടിലേക്കാണ് പോകേണ്ടത്. ഒരിക്കലും നിങ്ങൾ ഫയൽ എടുത്ത് ഓപ്പൺ ചെയ്യാൻ പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൽ മെർജ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് എടുക്കുക, താഴെ നമുക്ക് ഫീൽഡ് ഉണ്ടാകും, അതിൽ മോർ ഫീൽഡ്സ് കൊടുക്കുക. ഓക്കെ, ഇൻസേർട്ട്, ഫീൽഡ്, മോർ ഫീൽഡ്സ്. ഇതിൽ നമുക്ക് ഡാറ്റാബേസ് എന്ന് പറയുന്ന ടാബാണ് വേണ്ടത്. ഇവിടെ ചിലപ്പോൾ ഡോക്യുമെൻ്റ് ആയിരിക്കും ആദ്യം ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട ടാബ് ഏതാണ്, ഡേറ്റാബേസ്. അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ചിലപ്പോൾ എനി റെക്കോർഡ് ആയിരിക്കും ആദ്യം സെലക്ട് ആയി കിടക്കുക. അപ്പം നമുക്ക് വേണ്ടത് മെയിൽ മെർജ് ഫീൽഡാണ്. അപ്പോൾ ആ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ ആ ഒരു ബ്രൗസ് എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ നമ്മുടെ ആ ഒരു പാർട്ടിസിപ്പൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത് അത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ സ്റ്റാൻഡേർഡ് 10ൽ പാർട്ടിസിപ്പൻസ് .ods എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫയൽ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. ദാ അതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ആ ഡാറ്റാബേസ് വന്നിട്ടുണ്ട്. ആ ഒരു ആരോ മാർക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷീറ്റ് 1 എന്ന് പറഞ്ഞിട്ട് കാണാം. എഗെയിൻ ആ ഒരു ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ രജിസ്റ്റർ നമ്പർ, ക്ലാസ്, ഐറ്റം, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു നെയിം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ജസ്റ്റ് നെയിം ക്ലിക്ക് ചെയ്യുക, ഇവിടുത്തെ നെയിം ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ക്ലാസ്സിന് കാർഡിലെ ക്ലാസ് സെലക്ട് ചെയ്യുക, ഡേറ്റാബേസിലെ ക്ലാസ് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കുക. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഐറ്റം എന്നുള്ളതിൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഐറ്റം 1 ഡബിൾ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്കത് ഇവിടെ കിട്ടും. ഓക്കെ, അടുത്തതും ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. കണ്ടോ, ഇങ്ങനെ ഈ 3 മെത്തേഡ് ഉണ്ട്. ഇതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഒരു കാർഡ് നമ്മൾ ചെയ്തില്ലേ, ഇനി നമുക്ക് അടുത്ത കാർഡ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്നൊരു കാര്യമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത കാർഡ് വരുമ്പം ആ കാർഡ് സെലക്ട് ചെയ്യുക. ദെൻ ഈ മെയിൽ മെർജ് ഫീൽഡിന് താഴെയുള്ള നെക്സ്റ്റ് റെക്കോർഡ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു നെക്സ്റ്റ് റെക്കോർഡ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും മെയിൽ മെർജ് ഫീൽഡ് ക്ലിക്ക് ചെയ്യുക, ഷീറ്റ് 1 എടുക്കുക, ആ ഒരു നെയിമും ക്ലാസും ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3 ഇത്രയും ഡീറ്റെയിൽസ് ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ, ഡ്രാഗ് ചെയ്യുകയോ ഇൻസേർട്ട് ചെയ്യുകയോ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡിൽ നിങ്ങളത് എൻ്റർ ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത കാർഡ് വരുമ്പോൾ എന്ത് ചെയ്യുക, കാർഡ് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് റെക്കോർഡ് എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മെയിൽ മെർജ് ഫീൽഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഷീറ്റ് 1 അഗെയിൻ നമ്മൾ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ അത് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. കറക്റ്റ് നെയിമിൻ്റെ അവിടെ തന്നെ നെയിം കൊടുക്കുക, ക്ലാസ്സിൻ്റെ അവിടെ ക്ലാസ്, ദെൻ ഐറ്റം 1, ഐറ്റം 2, ഐറ്റം 3 കറക്റ്റ് ആ ഒരു ഓർഡറിൽ മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് 4ാമത്തെ കാർഡ് കൂടെ ഉണ്ട്, അതിലും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് റെക്കോർഡ്, ദെൻ മെയിൽ മെർജ് ഫീൽഡ്, ഷീറ്റ് 1, നെയിം കൊടുക്കുക. ഓക്കെ, നെയിം തായി പറയാണ്ട് ക്ലാസ്സിലാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലല്ലല്ലോ കൊടുക്കേണ്ടത്, അപ്പോൾ നമുക്ക് നെയിം കൊടുക്കേണ്ടടുത്ത് നെയിം കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെയിം കൊടുക്കാം, ക്ലാസ്സിൻ്റെ അവിടെ ക്ലാസ് തന്നെ കൊടുക്കാം. അപ്പോൾ അതാ 2 വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ നെയിം സെലക്ട് ചെയ്തൊന്ന് ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ഐറ്റം 1, ഐറ്റം 2 ആൻഡ് ഐറ്റം 3. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു 4 കാർഡിലേക്ക് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ സേവ് ചെയ്ത് എന്താ സംഭവിക്കുക, ഇപ്പോൾ ഇതെങ്ങനെയാണോ കാണുന്നത് ഇതേ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും അത് സേവ് ആവുന്നത്. നമുക്ക് ഇങ്ങനെയല്ല കിട്ടേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരെ ഫയൽ എടുക്കുക, അതിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാവും. ഓക്കെ,
അപ്പോൾ നമുക്ക് അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഫയലിൽ താഴെ പ്രിൻ്റ് ഉണ്ട്, ആ ഒരു പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിൽ യെസ് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് യെസ് ഒന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ കിട്ടും. ഈ ഒരു മെയിൽ മെർജ് വിൻഡോയിൽ ഇവർ പ്രിൻ്റർ എന്ന ഓപ്ഷനും ഫയൽ എന്ന ഓപ്ഷനും ഉണ്ട്. നമുക്ക് ഫയൽ എടുത്താൽ മതി, കാരണം നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ ആ ഒരു ഫയൽ ക്ലിക്ക് ചെയ്യാം. ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ താഴെയുണ്ട്. ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഇത് നിങ്ങൾക്ക് തിയറിക്ക് ചോദിക്കാറുണ്ട്. സേവ് ആസ് എ സിംഗിൾ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ സേവ് ആസ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ്. അതായത് ഓരോ കാർഡും സെപ്പറേറ്റ് ആയിട്ട് സേവ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരൊറ്റ ഡോക്യുമെൻ്റ് ആയിട്ട് സേവ് ചെയ്യാനാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ തൽക്കാലം ഒറ്റ ഡോക്യുമെൻ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. എന്നിട്ട് എങ്ങോട്ടാണോ നമുക്ക് സേവ് ചെയ്യേണ്ട ആ ഒരു ലൊക്കേഷൻ ജസ്റ്റ് അതിനൊരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ പാർട്ടിസിപ്പൻറ്റ് കാർഡ് എന്ന് പേര് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് സേവ് ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നോക്കാം. ഞാൻ ഡെസ്ക്ടോപ്പിലേക്കാണ് സേവ് ചെയ്തത്. പാർട്ടിസിപ്പൻറ്റ് കാർഡ് നോക്കിക്കേ, ഓരോരുത്തരുടെ പേരും, ഓരോ കാർഡിൽ ഓരോ ആൾക്കാരുടെ പേര്, അവരുടെ ക്ലാസ്, അവർ ഏതൊക്കെ ഐറ്റത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, റിപ്പീറ്റ് ഒന്നും വന്നിട്ടില്ല അല്ലേ? എല്ലാം കറക്റ്റായിട്ട് ആ 29 പേരുടെയും ഡീറ്റെയിൽസ് 29 കാർഡായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒരൊറ്റ ഡോക്യുമെൻറ്റിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഓരോരുത്തരുടെ കാർഡ് ഓരോ ഡോക്യുമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഫയലിൽ സെലക്ട് ചെയ്ത് കഴിയുമ്പം സേവ് ആസ് സിംഗിൾ ഡോക്യുമെൻ്റ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളോട് എങ്ങനെയാണോ സേവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ സേവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മെയിൽ മെർജിൽ നമ്മൾ ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ ഏകദേശം നമ്മൾ അതിൻ്റെ തിയറി പാർട്ട് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ, ഇൻ വിച്ച് മെനു ലൈസ് ദ ഇൻഡെക്സ് ആൻഡ് ടേബിൾസ്. നമ്മുടെ ഇൻഡെക്സും ടേബിൾസൊക്കെ ഉള്ളത് ഏത് മെനുവിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് മെനുവിലാണ് നമുക്ക് ഇൻഡെക്സ് ആൻഡ് ടേബിൾസ് നമുക്ക് കിട്ടുക? നമ്മുടെ ഇൻസേർട്ട് മെനുവിലാണ്. ഓക്കെ, ഇൻസേർട്ടിലാണ് നമുക്ക് ടേബിൾസും ഇൻഡെക്സും നമുക്ക് കിട്ടുന്നത്. ഇനി വേർ ഡിഡ് യു ഫൈൻഡ് ദ ഫീൽഡ്സ് വിൻഡോ. ഫീൽഡ്സ് വിൻഡോ നമുക്ക് എവിടെയാണ് കിട്ടുക? നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ട്, ഫീൽഡ്സിൽ മോർ ഫീൽഡ്സ്, അല്ലെങ്കിൽ ഇൻസേർട്ട് മീഡിയ ഫീൽഡ്, ഫോർമാറ്റ് മോർ ഫീൽഡ്, ടൂൾസ് മോർ ഫീൽഡ്. അപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്ക് ഓർക്കുക, നിങ്ങൾക്ക് തിയറിയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് എടുത്ത് നോക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഓർമ്മ ഉണ്ടാവുള്ളൂ എവിടെ നിന്നാണ് നമുക്കിത് കിട്ടുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ ശരിക്കും? ഇൻസേർട്ട്, ഫീൽഡ്, മോർ ഫീൽഡ്. അങ്ങനെയാണ് നമുക്ക് ഫീൽഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്തത്, വിച്ച് സ്റ്റൈൽ ഈസ് യൂസ്ഡ് ടു ദ ഹെഡിങ്സ് മോർ അട്രാക്റ്റീവ്. ഞാൻ നമ്മുടെ ഹെഡിങ് മോർ അട്രാക്റ്റീവ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൈൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്യാരക്ടർ സ്റ്റൈൽ ഉണ്ട്, പേജ് സ്റ്റൈൽ, പാരഗ്രാഫ് സ്റ്റൈൽ, ലിസ്റ്റ് സ്റ്റൈൽ. ഏതാ ഇതിൽ നമ്മൾ യൂസ് ചെയ്യാം? നമ്മൾ പാരഗ്രാഫ് സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, to include the names and address one by one in a table in the letters using a feature called. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്? എന്താ ചോദിച്ചിരിക്കുന്നത്? നെയിമും അഡ്രസ്സും 1 by 1 ആയിട്ട് ടേബിളിൽ നമുക്ക് ഈ ഒരു ലെറ്ററിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫീച്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഫീച്ചറാ? സ്റ്റൈലാണോ, മെയിൽ മെർജ് ആണോ, ഡേറ്റാബേസ് ആണോ, ഇൻഡെക്സ് ടേബിൾ ആണോ? ഏത് മെത്തേഡായിരുന്നു നമ്മൾ ലാസ്റ്റ് പഠിച്ചതല്ലേ? മെയിൽ മെർജ്. ആ ഒരു മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. Okay, then final question. Participants card are prepared by mail merge utility and select print from file menu. Then you get a window to select 2 utilities to save the output file. What are they? ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആ ഒരു കിട്ടുന്ന ഫയൽസ്? 2 വിൻഡോ നമുക്ക് കിട്ടും ഈ ഒരു ഔട്ട്പുട്ട് ഫയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സേവ് ആസ് എ സിംഗിൾ ഡോക്യുമെൻറ്റ്, സേവ് ആസ് ഇമേജ്, സേവ് ആസ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ്, സേവ് പിക്ചർ ആസ്. ഓക്കെ, അതായത് നമുക്ക് മെയിൽ മെർജ് വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാൻ നേരത്ത് നമുക്ക് 2 ഓപ്ഷൻ വരും എന്നാണ് പറയുന്നത്. ഏതൊക്കെയായിരിക്കും? അതായത് ഒന്നില്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എല്ലാം കൂടെ ഒരു ഒറ്റ ഡോക്യുമെൻ്റ് ആക്കി എടുക്കാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്താ? ഇത് ഓരോന്നായിട്ട്, അതായത് ഓരോ അഡ്രസ്സിലേക്കായിരിക്കുമല്ലോ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് ഓരോരോ ഡോക്യുമെൻ്റ് ആയിട്ട് കിട്ടാനായിരിക്കും നമ്മൾ പറയും. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതൊക്കെയാ? സേവ് ആസ് എ സിംഗിൾ ഡോക്യുമെൻറ്റ് ആൻഡ് സേവ് ആസ് ഇൻഡിവിജ്വൽ ഡോക്യുമെൻറ്റ്സ്. ഇത് നമുക്ക് തിയറിയിലെ 2ാമത്തെ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് 4 ചോയ്സ് ഉണ്ടാവും, 2 കറക്റ്റ് ആൻസേഴ്സ് എടുക്കുക എന്ന് പറയുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻസ്? അങ്ങനെ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററും കംപ്ലീറ്റ് ആയല്ലേ. എന്തായിരുന്നു പേര് നമ്മുടെ ചാപ്റ്ററിൻ്റെ? പബ്ലിഷിംഗ്. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സും ഇതുപോലെ ഡിജിറ്റൽ റിപ്പോർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും
ഓക്കെ, അതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാനും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്തായിരുന്നു, നമ്മുടെ മെയിൽ മെർജ് ഇൻഡെക്സ് ടേബിൾ അല്ലേ. അപ്പോൾ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാം പ്രാക്ടിക്കലാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലാണ് മെയിനായിട്ടും. എന്ന് വെച്ചാൽ തിയറി തീരെ ഇല്ല എന്നല്ല, ഇതിൽ നിന്നും തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇതിൻ്റെ അത് ഈ ഒരു റൈറ്റർ യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാനായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞു തന്നതെല്ലാം, അതായത് നിങ്ങളുടെ തിയറിയിലും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.